ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ജവഹർലാൽ നെഹ്റുവിന്റെ ആൻഡ് ദെൻ ഗാന്ധി കം എന്ന പാഠഭാഗമാണ്. ഇന്ത്യയുടെ ചരിത്രത്തിലെ ഒരു വഴിത്തിരിവായ ഗാന്ധിജിയുടെ കടന്നുവരവിനെക്കുറിച്ചും അത് രാജ്യത്തുണ്ടാക്കിയ മാറ്റങ്ങളെക്കുറിച്ചും നെഹ്റു തന്റെ ഇന്ത്യയെ കണ്ടെത്തൽ എന്ന പുസ്തകത്തിൽ എങ്ങനെയാണ് വിവരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഒന്നാം ലോക മഹായുദ്ധം അവസാനിച്ച സമയത്തുള്ള ഇന്ത്യയുടെ അവസ്ഥ എന്തായിരുന്നുവെന്ന് നമുക്കാദ്യം നോക്കാം. യുദ്ധം അവസാനിച്ചപ്പോൾ സമാധാനത്തിനു പകരം ബ്രിട്ടീഷ് ഭരണകൂടം കൊണ്ടുവന്നത് അടിച്ചമർത്തൽ നിയമങ്ങളും പഞ്ചാബിൽ പട്ടാള നിയമവുമായിരുന്നു. ഇത് ജനങ്ങളിൽ കടുത്ത നിരാശയും ദേഷ്യവും ഉണ്ടാക്കി. ഇന്ത്യ ഒരു സർവശക്തനായ രാക്ഷസന്റെ പിടിയിലായിരുന്നെന്ന് നെഹ്റു പറയുന്നു. നമ്മുടെ കൈകാലുകൾ തളർന്നും മനസ്സുകൾ മരവിച്ചും പോയ അവസ്ഥയായിരുന്നു അപ്പോൾ. ആളുകൾക്ക് എന്തു ചെയ്യണമെന്നോ ഈ ദുരിതത്തിൽ നിന്ന് എങ്ങനെ പുറത്തുവരുമെന്നോ അറിയാത്ത ഒരു നിസ്സഹായം അവസ്ഥയായിരുന്നു അത്. തൊഴിലില്ലായ്മയും ദാരിദ്ര്യവും ജനങ്ങളെ കൂടുതൽ ദുരിതത്തിലാക്കി. ഈയൊരു ഇരുണ്ട പശ്ചാത്തലത്തിലേക്കാണ് ഗാന്ധിജി കടന്നുവരുന്നത്. നെഹ്റു ഗാന്ധിജിയെ ഒരു പ്രകാശരശ്മിയായിട്ടാണ് വിശേഷിപ്പിക്കുന്നത്. ഈ പ്രകാശം ഇന്ത്യയെ ഗ്രസിച്ചിരുന്ന ഇരുട്ടിനെ നീക്കം ചെയ്തു. ഒരു പുതിയ കാറ്റുപോലെയായിരുന്നു അദ്ദേഹത്തിന്റെ വരവ്. അത് നമ്മളെ ശ്വാസമെടുക്കാനും ഉണർന്നെഴുന്നേൽക്കാനും പ്രേരിപ്പിച്ചു. അതൊരു ചുഴലിക്കാറ്റുപോലെ നമ്മുടെ മനസ്സിലെ ചിന്തകളെ മാറ്റിമറിച്ചു. ഗാന്ധിജി ഉന്നതവർഗത്തിൽ നിന്ന് വന്ന ഒരാളായിരുന്നില്ല. അദ്ദേഹം സാധാരണക്കാരായ ലക്ഷക്കണക്കിന് ജനങ്ങളിൽ നിന്ന് ഉയർന്നുവന്ന് അവരുടെ ഭാഷയിൽ സംസാരിച്ചു. ഗാന്ധിജിയുടെ പഠിപ്പിക്കലുകളുടെ കാതൽ എന്തായിരുന്നു? അത് ഭയമില്ലായ്മയും സത്യസന്ധതയുമായിരുന്നു. അതോടൊപ്പം ജനങ്ങളുടെ ക്ഷേമം ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനങ്ങൾക്കും അദ്ദേഹം ഊന്നൽ നൽകി. ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ ഇന്ത്യയിൽ നിറഞ്ഞു നിന്നിരുന്നത് ഭയമായിരുന്നു. പോലീസിനെയും പട്ടാളത്തെയും നിയമങ്ങളെയും ജയിലിനെയും ഭയന്ന് ജനങ്ങൾ ജീവിച്ചു. തൊഴിലില്ലായ്മയും പട്ടിണിയും അവരെ എപ്പോഴും വേട്ടയാടി. ഈ ഭയത്തിനെതിരെയാണ് ഗാന്ധിജിയുടെ ശാന്തമായ ശബ്ദമുയർന്നത്: ഭയപ്പെടാതിരിക്കുക. ഇങ്ങനെ ഗാന്ധിജിയുടെ വരവോട് ജനങ്ങളുടെ മനസ്സിൽ നിന്ന് ഭയത്തിന്റെ കരിനിഴൽ നീങ്ങിത്തുടങ്ങി. ഭയമില്ലായ്മ സത്യസന്ധതയിലേക്ക് നയിക്കുമെന്ന് അദ്ദേഹം വിശ്വസിച്ചു. ഗാന്ധിജി ഒരു മനഃശാസ്ത്രജ്ഞനെപ്പോലെ ജനങ്ങളുടെ മനസ്സിൽ ആഴത്തിൽ വേരൂന്നിയ ഈ ഭയത്തെ ഇല്ലാതാക്കി. അദ്ദേഹത്തെ എല്ലാവരും ഒരു മനഃശാസ്ത്രജ്ഞനെപ്പോലെയാണ് കണ്ടിരുന്നത്. ഇതാണ് ഗാന്ധിജി ഇന്ത്യയിൽ കൊണ്ടുവന്ന വലിയ മാനസിക മാറ്റം. ഗാന്ധിജി ഇന്ത്യയെ എങ്ങനെയാണ് സ്വാധീനിച്ചത്? ഗാന്ധിജി ലക്ഷക്കണക്കിന് ഇന്ത്യക്കാരെ പല രീതിയിൽ സ്വാധീനിച്ചു. അദ്ദേഹത്തിന്റെ സ്വാധീനം ചിലരുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചു, മറ്റു ചിലരിൽ ഭാഗികമായ മാറ്റങ്ങളെ ഉണ്ടാക്കിയുള്ളൂ. ഗാന്ധിജിയുടെ പ്രധാന ആഹ്വാനങ്ങൾക്ക് 2 ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. 1. വിദേശഭരണത്തെ ചോദ്യം ചെയ്യുകയും ചെറുക്കുകയും ചെയ്യുക. 2. നമ്മുടെ സാമൂഹിക തിന്മകൾക്കെതിരെ പോരാടുക. ദേശീയ ഐക്യം, ന്യൂനപക്ഷ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണൽ, താഴ്ന്ന ജാതിയിലുള്ളവരെ ഉയർത്തിക്കൊണ്ടുവരൽ, അയിത്തമില്ലാതാക്കൽ എന്നിവയായിരുന്നു കോൺഗ്രസിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. ബ്രിട്ടീഷ് ഭരണത്തിന്റെ അടിസ്ഥാനങ്ങളായ ഭയം, അധികാരം, ജനങ്ങളുടെ സഹകരണം എന്നിവയെ ഗാന്ധിജി ആക്രമിച്ചു. ബ്രിട്ടീഷുകാർ നൽകിയ സ്ഥാനപ്പേരുകളോടുള്ള ബഹുമാനമില്ലാതായി. സമ്പന്നർ തങ്ങളുടെ ധനം പ്രദർശിപ്പിക്കുന്നത് കുറച്ചു. പലരും ലളിതമായ ജീവിതരീതികൾ സ്വീകരിക്കാൻ തുടങ്ങി. ഗാന്ധിജി ജനങ്ങളെ ഗ്രാമങ്ങളിലേക്ക് അയച്ചു. ഇത് ഗ്രാമീണരെ ഉണർത്താൻ സഹായിച്ചു. ഗ്രാമീണരുടെ ദാരിദ്ര്യവും വിശപ്പും മനസ്സിലാക്കാൻ ഇത് നമ്മെ സഹായിച്ചു. ഗ്രാമങ്ങളിലെ ഈ അനുഭവങ്ങളാണ് പുസ്തകങ്ങളിൽ നിന്നും പ്രഭാഷണങ്ങളിൽ നിന്നും ലഭിച്ച അറിവിനേക്കാൾ വലുതെന്ന് നെഹ്റു പറയുന്നു. ഗാന്ധിജിയുടെ സ്വപ്നത്തിലെ ഇന്ത്യ എങ്ങനെയായിരുന്നു? ഏറ്റവും ദരിദ്രനായ വ്യക്തിക്കുപോലും ഇത് തന്റെ രാജ്യമാണെന്ന് തോന്നണം. ഭരണത്തിൽ അവർക്ക് ശബ്ദമുണ്ടാകണം. ഉയർന്നവരെന്നും താഴ്ന്നവരെന്നുമുള്ള വേർതിരിവുണ്ടാകരുത്. എല്ലാ മതക്കാരും സൗഹാർദ്ദത്തോടെ ജീവിക്കണം. അയിത്തവും മദ്യപാനവും ഉണ്ടാകരുത്. സ്ത്രീകൾക്ക് പുരുഷന്മാർക്ക് തുല്യമായ അവകാശങ്ങളുണ്ടായിരിക്കണം. ഇതാണ് എന്റെ സ്വപ്നത്തിലെ ഇന്ത്യ എന്ന് അദ്ദേഹം പറഞ്ഞു. ഗാന്ധിജി വിഭാവനം ചെയ്ത ഇന്ത്യൻ സംസ്കാരം എന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തിന്റേതല്ല, മറിച്ച് എല്ലാ മതങ്ങളുടെയും സംസ്കാരങ്ങളുടെയും ഒരു മിശ്രിതമാണെന്ന് നെഹ്റു വ്യക്തമാക്കുന്നു. എല്ലാ സംസ്കാരങ്ങളിൽ നിന്നും നല്ല കാര്യങ്ങൾ സ്വീകരിക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നു. പക്ഷേ സ്വന്തം വേരുകൾ ഉപേക്ഷിക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. ഈ മാറ്റങ്ങൾ ഗാന്ധിജിയിൽ ആകൃഷ്ടരായവരിൽ മാത്രമല്ല, അദ്ദേഹത്തെ എതിർത്തവരിലും നിഷ്പക്ഷമായി നിന്നവരിലും വലിയൊരു മാനസിക വിപ്ലവം സൃഷ്ടിച്ചു. ഭൂതകാലത്തെ ഭാവിയുമായി ബന്ധിപ്പിച്ച് ദുരിതപൂർണമായ വർത്തമാനകാലം ഭാവിയുടെ ഒരു ചവിട്ടുപടിയാണെന്ന് ജനങ്ങളെ വിശ്വസിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു.